മൈനോറിറ്റീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ അതിനെ വക്രീകരിച്ച് പൊളിറ്റിസൈസ് ചെയ്ത് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതും ഇന്ത്യ ഗവൺമെൻറ്റിന് ഇന്ത്യയുടെ വിദേശ ഏജൻസികൾ മാത്രമല്ല വിദേശ സീക്രട്ട് ഏജൻസികൾ വരെ ഇന്ത്യക്ക് റിപ്പോർട്ട് കൊടുക്കുന്നില്ല. കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സമാധാനം ഇപ്പോൾ വലിയ രീതിയിൽ അത്തരം പ്രവർത്തനങ്ങൾ കുറവാണ്. പക്ഷെ കേരളത്തിന്റെ മണ്ണിൽ ഓരോ ദിവസവും പുതിയ കഥകൾ വരുന്നുണ്ട്, അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണയാണോ അതോ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളും രാഷ്ട്രീയ പാർട്ടികളും കണ്ണടയ്ക്കുന്നത് കൊണ്ടാണോ? ഹവാല പണം എന്ന് പറയുന്നത് 129 കോടി 8 വസ്തുവിലുള്ളത് മാത്രമല്ല, ഇപ്പോഴും ധാരാളം ഹവാല പണം ഇവിടെ അരങ്ങേറുന്നുണ്ട്, അരങ്ങ് വാഴുന്നുണ്ട്. ആ പണം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മധുരിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ചിലർക്ക് ഇപ്പോഴും ഈ നിരോധിച്ച സംഘടനകളെപ്പോലും പറയുമ്പോൾ നാക്കിൽ വെള്ളമൂറുന്നു. അവർക്ക് മധുരമാണ്, മധുരിക്കാനുള്ളത് അവർ ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഇൻ്റലിജൻസിന് കിട്ടിയിട്ടുണ്ട്. ഇൻ്റലിജൻസ് കുറേ നാളുകളായിട്ട് അടങ്ങിയിരിക്കുകയായിരുന്നു. ഇതുവരെ പോകും, എന്തെല്ലാമാണ് ഇതിൻ്റെ ശൃംഖല എന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ടല്ലോ. അത് ആദ്യമേ ചാടിക്കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പഠനം നടക്കില്ലല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.